ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, എപ്പോഴും എന്തെങ്കിലും പഠിക്കണം, എനിക്ക് എന്തെങ്കിലും അറിയണം, ആ ഹ്യൂമിലിറ്റി, അത് മാത്രം മതി നിങ്ങൾക്ക് കേട്ടോ. മനസ്സിലായോ? എക്സാം കൊടുക്കണ്ട. പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാം കൊടുക്കാനല്ല പറയുന്നത്. എപ്പോഴും ക്യൂരിയോസിറ്റി, ഇതെന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്, അതെങ്ങനെ എപ്പോഴും ചോദ്യം ചോദിക്കണം. മനസ്സിലായോ? ദാറ്റ് ഈസ് ദി ഓൺലി ക്വാളിറ്റി റിക്വയർഡ്. പിന്നെ സുനിത വില്യംസ് അവരെ തിരിച്ചു വന്ന സമയത്ത് പറഞ്ഞതായിട്ട് വായിച്ചിരുന്നു, അവിടെ നിന്ന് നോക്കുമ്പോൾ, സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിക്ക് ബൗണ്ടറീസ് ഒന്നും ഇല്ലാതെ മനുഷ്യർ വെറുതെ തമ്മിലടിക്കുന്ന ഒരു മണ്ടൻ സാധനമായിട്ടൊരു ഫീൽ, അതൊരു വലിയൊരു വിഷനാണല്ലോ. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ അതൊരിക്കലും കിട്ടില്ല. അപ്പൊ അത്തരത്തിലൊരു വിഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആസ് എ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഓൾസോ, ഫൈറ്റർ പൈലറ്റ്, നമ്മൾ ജനറലി ഭയങ്കര ഒരു ഉയരത്തിലാണ് ഫ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ജനറലി ഫൈറ്റർ പൈലറ്റ്സ് കിട്ടാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഓവർവ്യൂ എഫക്റ്റ്. ഇപ്പോൾ ദ ബെസ്റ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങളൊക്കെ മോളിൽ പോയില്ലേ, മോളിൽ പോകുമ്പോൾ കുറേ VR ഗോഗിൾസ് കിട്ടും. ആ VR ഗോഗിൾസ് ഇട്ടിട്ട് കുറേ ഇങ്ങനത്തെ സ്മോൾ സ്പേസ് സിമുലേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇസ്രോന്റെ പുതിയ സ്പേസ് മ്യൂസിയം വരുന്നുണ്ട്. അപ്പോൾ ദ ക്ലോസസ്റ്റ് യു ക്യാൻ ഗെറ്റ് ടു ദാറ്റ് ഈസ് ദാറ്റ് ഐ എൻകറേജ്, നിങ്ങൾ എവിടെ പോകുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരെ കൊണ്ട് പറഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വിത്ത് VR ഗോഗിൾസ് ടു ബി ഇൻ സ്പേസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് ഈസ് എ ബിഗിനിങ്. ബട്ട് ബിഫോർ ദാറ്റ്, നിങ്ങളുടെ ഇവിടെ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്ത് എത്ര നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ ബീച്ചിൽ പോകാറുണ്ടോ? ഹിൽ സ്റ്റേഷൻ, ബാക്ക് വാട്ടർ, ഹിമാലയാസ്. എന്താ കാരണം? തിരുവനന്തപുരത്തല്ല ഹിമാലയാസ്, അത് കാരണം അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് സ്പേസിൽ പോകണം, പക്ഷെ ഒരു ട്രെയിനോ പ്ലെയിനോ പിടിച്ചിട്ട് ഹിമാലയത്തിൽ വരെ പോകാൻ നിങ്ങൾക്ക് ടൈമില്ല, സമ്മതിക്കില്ല. അതപ്പോൾ നിങ്ങൾ അവിടെ പോകണ്ട. തൽക്കാലം ഈ ഒരു ഏരിയയിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയാസ്, നിങ്ങൾക്ക് പറ്റുന്ന ഏരിയാസിൽ എന്തായാലും പോകണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് സ്പേസ് ഫോർ യു. All the beautiful places around you given by nature for free. Please go there. Done. പ്രൊഫഷണൽ ലൈഫിലെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത ഒരു മൊമെന്റും ഏറ്റവും പേടി തോന്നിയ ഒരു മൊമെന്റും പറയാമോ? പേടി തോന്നുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്. അങ്കിൾ ഫൈറ്റർ പൈലറ്റ് അല്ലേ, അപ്പോൾ കുറേ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ട്. പക്ഷെ അങ്കിൾ ചെറുപ്പത്തിൽ ഒരു ഭയങ്കര, അത് അഡ്വെഞ്ചറാണോ അതോ പേടി സ്വപ്നമാണോ എനിക്കറിയില്ല. വെൻ ഐ വാസ് 6 years old, അങ്കിൾ ചെറിയൊരു ബോട്ടിൽ ഇരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഉറങ്ങിപ്പോയി. ബീച്ചിൽ പോയപ്പോൾ ഞാൻ എണീച്ചപ്പോൾ ഓൾറെഡി മിഡിൽ ഓഫ് ദി ഓഷനിലായിരുന്നു. എന്നിട്ട് ഓൾമോസ്റ്റ് മുങ്ങിപ്പോയി. ആ ബോട്ട് ഇങ്ങനെ ഉൾട്ടയായി. പിന്നെ എങ്ങനെയൊക്കെ അങ്കിൾമാർ വന്നിട്ട് മോട്ടോർ ബോട്ടിൽ ഫുൾ സ്പീഡിൽ ഉള്ളിൽ ചാടിയിട്ട് അങ്കിളിനെ എങ്ങനെയൊക്കെ ആ കടലിന് പുറത്തെടുത്തിട്ട് ജസ്റ്റ് ലാസ്റ്റ് 5 seconds ഓഫ് ഓക്സിജനെ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കുറേ എക്സൈറ്റിംഗ് മൊമെൻറ്റ്സോ ഹൊറർ മൊമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്കിൾ ഓൾവേസ് വിൽ സേ എവറി മൊമെൻറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് ഗിവ്സ് us so much of memories and we realize എന്താ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഹൊറർ മൊമെൻറ്റ്സ് കിട്ടുമ്പോൾ താങ്ക് ഗോഡ് ഐ എം അലൈവ് ആൻഡ് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. സോ ഓൾ ബാഡ് മൊമെൻറ്റ്സ് ആർ റിമൈൻഡർ ഫോർ യു to enjoy your life and don't take anything for granted. Always love your parents. They are taking care of you. Don't feel angry at them. They are just, maybe telling certain things. Sometimes they feel angry at you. അങ്ങനെ തന്നെ നല്ല മൊമെന്റ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ മൊമെന്റിന് അങ്കിൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ ഫുൾ റോക്കറ്റിന് മേലെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ഉൾട്ടയൊക്കെ ചെയ്യുമ്പോൾ എയറോബാറ്റിക്സ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുക. വണ്ടർല, വീഗാലാൻഡ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ, റോളർ കോസ്റ്റർ റൈഡിൽ പോയി. ആരൊക്കെ പോയിട്ടുണ്ട് റോളർ കോസ്റ്റർ റൈഡ്? ആഹാ, വെരി ഗുഡ്. പോകാത്തവർ അച്ഛനമ്മമാരോട് പറയണം, പ്ലീസ് ടേക്ക് us for roller coaster ride. Okay, the most beautiful experience in the world.